ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ ഇന്നൊരു ക്ലാസ്സോ കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ബോക്സിങ് എന്നത് ആരൊക്കെ പ്രാക്ടീസ് ചെയ്യണം, അതിൽ കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നിങ്ങളുടെ ലൈഫിലെ മെച്ചങ്ങൾ, അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഡിസ്കഷൻ. ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ റിങ്ങിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റൊരാളെ അടുത്ത് ഷോ ഓഫ് കാണിക്കാനോ അതിനൊന്നുമില്ല. നിങ്ങളൊരു സെൽഫ് ഡിഫെൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് ലെവൽ, നിങ്ങൾക്കിപ്പം ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ളൊരു കോൺഫിഡൻസ്, അതേപോലെ മറ്റൊരാളുടെ സഹായം വേണ്ട, എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അപകടമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, അതിനുള്ളൊരു കോൺഫിഡൻസ്, അതേപോലെ നിങ്ങളുടെ ഫിറ്റ്നസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ, ഇതിനെല്ലാം എന്താണ് നിങ്ങളെ ബോക്സിങ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം പലരുടെയും ഒരു ധാരണ ഉണ്ട്, ലേഡീസിന് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ ചെറിയ പിള്ളേർക്ക് പാടില്ല, അതേപോലെ ഒരുപാട് വെയിറ്റുള്ള ആൾക്കാർക്ക്, അതായത് ഒരുപാട് വെയിറ്റുള്ള ആൾക്കാർക്ക് ബോക്സിങ് തീരെ പറ്റില്ല എന്നെല്ലാം പറയുന്ന ഒരുപാട് വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ആക്ച്വലി എന്താണ്, തെറ്റാണ്. ഇപ്പം നിങ്ങളൊരു ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ബോക്സിങ് എന്ന് പറയുന്ന ഫുഡ് വർക്കാണ്. ഇപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഫുഡ് വർക്ക് ബെറ്റർ ആയിരിക്കില്ല. അയാൾ ഫുഡ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ടോ ഇഞ്ചുറീസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നീ പെയിനും കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അയാൾക്ക് അതല്ലാണ്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഫുഡ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടക്കത്തിലേ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. നമുക്കിതിനെ കസ്റ്റമായിട്ട് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ വർക്കൗട്ട് നമുക്ക് തുടങ്ങാം, അതിൻ്റെ എൻഡിലേക്ക് ഇന്ന രീതിയിലേക്ക് നമുക്ക് വർക്കൗട്ട് മാറ്റാം എന്നിങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ഫിസിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് അത് ഏതൊരു ആൾക്കും, ഇപ്പോൾ ബോഡി വീക്കായിട്ടുള്ള ആൾക്കും അതേപോലെ ഒരുപാട് ഫാറ്റുള്ള ഒരാൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാം. ബോക്സിങ് ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ്, സെൽഫ് കോൺഫിഡൻസും വരും, അവരുടെ ഫാറ്റും ബേണാവും, കൂടാതെ അവർക്കൊരു പുതിയൊരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ജിമ്മിൽ പോകുന്നു, വെയിറ്റ് എടുക്കുന്നു, കൂടെ കാർഡിയോ എക്യുപ്മെൻ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫാറ്റ് ബേണിങ് ചെയ്യുന്നു, ഇറ്റ്സ് ബെറ്റർ. ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് എടുത്തോളൂ. ഇപ്പോൾ ബോക്സിംഗ് സെൻറ്ററിൽ ആവശ്യത്തിനുള്ള വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം മിക്കവാറും നല്ല സെൻറ്ററുകളിലെല്ലാം ഉണ്ടാവും. ഇനി അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ അവരുടെ ക്ലാസ്സിൻ്റെ കൂടെ അതൊരു കാർഡിയോ സെക്ഷനായിട്ട് ചെയ്യാം. നമുക്ക് എയറോബിക് വർക്കൗട്ടുകളാണ് ഓൾമോസ്റ്റ് ബോക്സിങ്ങിലുള്ള എല്ലാ വർക്കൗട്ടുകളും. പക്ഷെ അത് ഇൻറ്റൻസീവായി ചെയ്യുന്ന സമയത്ത് അനഎയറോബിക് ആവും. നമ്മളൊരു റിലാക്സ്ഡ് ലെവലിൽ ചെയ്യുമ്പം അതൊരു എയറോബിക് വർക്കൗട്ടാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഫാറ്റ് ബേണിങ് അത് മോർ ദാൻ ഇനഫാണ്. ഇനി ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് വെയിറ്റ് കൂടും വേണം എന്നാൽ എനിക്ക് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ബോക്സിങ് അല്ല നിങ്ങളുടെ വെയിറ്റ് കൂടുമോ കുറയണോ എന്ന് തീരുമാനിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ്. നിങ്ങൾ ബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ വെച്ച് കമ്പയർ ചെയ്ത് തരാം. ഒരു ഹാഫ് ആൻ അവർ ഞാൻ ബോക്സിങ് ഡ്രിൽസ് അല്ലെങ്കിൽ ഷാഡോ ബോക്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ഞാൻ ഒരു 600 കലോറി എല്ലാം ബേൺ ചെയ്യാറുണ്ട്. ഈ 600 കലോറി എന്ന് പറയുന്നത് നമുക്കെന്താണ്, ഒരു 2 ബിരിയാണീൻ്റെ അടുത്തുണ്ടാവും. 2 ബിരിയാണി അല്ലെങ്കിൽ 1.5 ബിരിയാണി, അതാണ് എന്താണ് ടോട്ടൽ 600 കലോറി എന്ന് പറഞ്ഞത്. 450 അപ്രോക്സിമേറ്റ് നമ്മളൊരു ഫുൾ ബിരിയാണിക്ക് നമ്മൾ പറയുന്ന കലോറി. അപ്പോൾ ഈ 1.5 ബിരിയാണിക്കുള്ള കലോറി ഞാൻ എന്ത് ചെയ്തു, ഹാഫ് ആൻ അവറിൽ ബേൺ ചെയ്തു. നിങ്ങൾക്ക് 1 kg ഫാറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 7700 കലോറിയാണ്. അപ്പോൾ ഇത് ക്രമേണ നിങ്ങൾ എന്ത് ചെയ്തു, ബോക്സിങ്ങിലൂടെ ബേൺ ചെയ്തു. അതിനനുസരിച്ച് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാം. ആൻഡ് നിങ്ങൾക്ക് വെയിറ്റ് അതിൽ കൂട്ടാൻ പറ്റുമോ എന്നുള്ളത്. വെയിറ്റ് ട്രെയിനിങ് ആണ് മസിൽസിനെ അതായത് നിങ്ങളുടെ ബോഡിക്ക് ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു മെയിൽ ബോഡി ആണെങ്കിൽ ഒരു വി ഷേപ്പ്, ഫീമെയിൽ ആണെങ്കിൽ ഒരു ഓവൽ ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്കായിട്ടുള്ള മസിൽസിനെ നിങ്ങൾക്ക് ഒന്നുകൂടെ പുഷ് ചെയ്ത് അപ്പ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് എടുക്കണം. വെയിറ്റ് ട്രെയിനിങ് എടുത്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ബോഡി പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, വെയിറ്റ് ട്രെയിനിങ് എടുത്ത് ഡയറ്റ് എടുത്താൽ മാത്രമേ ബോഡി പ്രൊപ്പോർഷണലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. എന്നാൽ ബോക്സിങ്ങിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ബോക്സിങ്ങിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറയും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെലിഞ്ഞ ഒരാളാണ്, അപ്പോൾ അയാൾക്ക് മെലിയാൻ താല്പര്യമില്ല, ഇനിയും മെലിയാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ എടുക്കുന്ന കലോറി ഇൻടേക്ക് കുറച്ചുകൂടെ ഹൈ ആയിട്ട് എടുത്താൽ മതി.
ഇത്ര മാത്രമേ ഉള്ളൂ. മസിൽ ബിൽഡിങ്, ലീൻ മസിൽസ് ബിൽഡ് ചെയ്യാനാണ് ചില ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ ബോക്സിങ് ചെയ്യുന്നതിലൂടെ ഞാൻ ലീൻ മസിൽ ബിൽഡ് ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ബോക്സിംഗ് എന്ന് പറയുന്നത് എയറോബിക് വർക്കൗട്ടാണ്. അവിടെ വെയിറ്റ് ട്രെയിനിങ് എടുത്തിട്ടുള്ള പരിപാടിയില്ല, ബോഡി വെയ്റ്റിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലീൻ അത്ലറ്റിക്, അതായത് നാച്ചുറലി ഒരു കിട്ടാവുന്ന ഫോം, ഫാറ്റ് ബേൺ ചെയ്താൽ ബോഡി എങ്ങനെ ഉണ്ടാവുന്നു ആ ഫോമിലേക്ക് നിങ്ങൾ മാറും. പക്ഷെ അതിനെ കുറച്ച് ബൾക്ക് ചെയ്ത് മസ്കുലർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് ട്രെയിനിങ് നിർബന്ധമായിട്ട് എടുക്കണം.